Growing numbers. There are only 9 one-digit numbers. 1, 2, 3 up to 9. 0 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൻ്റെ റീസൺ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. How many two-digit numbers are there? എത്ര നമ്പേഴ്സ് ഉണ്ട് 2 ഡിജിറ്റ്? 10 അല്ലേ ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 10. ഏറ്റവും വലുത് ഏതാണ്? 99 അല്ലേ? പിന്നെ 100 ആവും. അപ്പോൾ 3 ഡിജിറ്റ് ആവും. അപ്പം 10 മുതൽ 99 വരെ അത്രയാണ് എന്തുള്ളത്? 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത്. ഈസി. അപ്പോൾ അതിൻ്റെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 99 വരെയല്ലേ ഉള്ളത്, അതിൽ നിന്ന് 10 മൈനസ് ചെയ്താൽ മതിയോ? അപ്പോൾ എത്രയാവും? 89 ആവും. അങ്ങനെയാണോ വേണ്ടത്? അല്ല അല്ലേ, കാരണം 10 നമുക്ക് ആവശ്യമുണ്ട്. 10 മുതലുള്ളതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുക? ആകെ എങ്ങനെ ചിന്തിക്കാൻ പറയുന്നത്? ദർ ആർ 99 നമ്പേഴ്സ് ഫ്രോം 1 to 99 അല്ലേ? 1 മുതൽ 99 വരെ എഴുതിയ ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സ് ഉണ്ടല്ലോ. അതിൽ നിന്ന് വി ഹാവ് ടു റിമൂവ് ദ 1 ഡിജിറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 9. അതായത് 1 മുതൽ 9 വരെയാണല്ലോ 1 ഡിജിറ്റ് നമ്പർ ഉള്ളത്. അപ്പോൾ ഈ 99ന് 1 ഡിജിറ്റ് നമ്പേഴ്സിനെയാണ് മൈനസ് ചെയ്ത് കളയേണ്ടത് അല്ലേ? നമുക്ക് ആവശ്യമില്ലാത്തത് ഏതാ? 1 ഡിജിറ്റ് നമ്പറിനെ കൂട്ടണ്ട. നമുക്ക് ആകെ 2 ഡിജിറ്റ് നമ്പർ എത്ര എന്ന് കണ്ടുപിടിക്കാൻ 99ന് 1 ഡിജിറ്റ് നമ്പേഴ്സിനെ 9 അല്ലേ മൈനസ് ചെയ്യേണ്ടത്? 1 to 9 വരെയുള്ള സംഖ്യകളെയാണ് മൈനസ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ 99 നമ്മൾ എന്താ മൈനസ് ചെയ്യേണ്ടത്? 10 അല്ല, 9 ആണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ആകെ എത്ര 2 ഡിജിറ്റ് നമ്പർ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 99 മൈനസ് 9 ഈക്വൽ ടു 90. 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത് ആകെ. ലൈക്ക് ദീസ് കാൻഡ് വി കാൽക്കുലേറ്റ് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ? ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആകെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലോ? ഫ്രം ദ നമ്പേഴ്സ് 1 to 999. 1 മുതൽ 999, അതായത് 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 ഡിജിറ്റ് നമ്പേഴ്സ് 999 ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് എന്തൊക്കെ വേണ്ട? 3 ഡിജിറ്റ് നമ്പർ മാത്രം കിട്ടണമെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണം? 1 ഡിജിറ്റ് നമ്പറും ഒഴിവാക്കണം, 2 ഡിജിറ്റ് നമ്പറും ഒഴിവാക്കണം. അത് ഒഴിവാക്കി 999ന് ഈ 1 ഡിജിറ്റ് നമ്പറും 2 ഡിജിറ്റ് നമ്പറും മുഴുവൻ ഒഴിവാക്കിയാലല്ലേ നമുക്ക് ഈ 3 ഡിജിറ്റ് നമ്പറിന്റെ എണ്ണം കിട്ടുള്ളൂ. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യണം? 999ന് മൈനസ് ചെയ്യണം. എന്ത്? 99. 1 മുതൽ 99 വരെയുള്ള എല്ലാ 1 ഡിജിറ്റും 2 ഡിജിറ്റും ആയല്ലോ. 1 മുതൽ 99 വരെ പറഞ്ഞാൽ അപ്പോൾ 99 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 900 കിട്ടും. അപ്പോൾ ആകെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് ആകെ. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ പ്രോബ്ലം. ഫസ്റ്റ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഹാവിംഗ് ബോത്ത് ദ ഡിജിറ്റ്സ് 1 and 3? എന്താ ചോദിക്കുന്നത്? 1ഉം 3യും ഡിജിറ്റ്സ് ആയിട്ട് വരുന്ന എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? എത്ര ഉണ്ട്? 2 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാ? 13ഉം 31ഉം. അതായത് 1 ആദ്യവും 3 രണ്ടാമതും വരുന്ന ഒരു നമ്പറും 3 ആദ്യവും 1 രണ്ടാമതും വരുന്ന ഒരു നമ്പറും. അത് 2 നമ്പർ അല്ലേ ഉണ്ടാവുള്ളൂ. ഈ 1ഉം 3യും ഉള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ 13 and 31. ഓക്കെ, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവ് ദ 3 ഡിജിറ്റ്സ് 1, 3, 5? ഈ 1ഉം 3യും 5ഉം ഉൾപ്പെടുന്ന ഈ 3 ഡിജിറ്റ്സ് എന്തായാലും വേണം. ഈ 3 ഡിജിറ്റ്സ് ഉള്ള എത്ര 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഡോണ്ട് സ്റ്റാർട്ട് കൗണ്ടിങ്. ഡോണ്ട് സ്റ്റാർട്ട് കൗണ്ടിങ് യെറ്റ് എന്ന് വെച്ചാൽ എണ്ണം തുടങ്ങല്ലേ, ആയില്ല. ലെറ്റ്സ് തിങ്ക് എ ബിറ്റ്. നമുക്കൊന്ന് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെയാ? വി ഹാവ് സീൻ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് കമ്പൈനിങ് 1 and 3. 1ഉം 3യും ഉള്ള എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്ന് നമുക്ക് അറിയാലോ. ഇപ്പൊ നമ്മൾ നോക്കി എത്ര എണ്ണത്തിനുള്ള 2 എണ്ണം അല്ലേ ഉള്ളൂ. ഓക്കെ, ഹൗ ക്യാൻ വി അറ്റാച്ച് 5 to 1 and 3 ടു മേക്ക് മാക്സിമം 3 ഡിജിറ്റ് നമ്പേഴ്സ്? അതായത് ഓൾറെഡി നമ്മളെ കയ്യിൽ എന്തുണ്ട്? 31ഉം 13ഉം ഉണ്ട് അല്ലേ? ഇനി ഇതിന്റെ കൂടെ നമുക്ക് 5നെ ആഡ് ചെയ്യാം. 5നെ അതിന്റെ ലെഫ്റ്റില് 1ന്റെ മുമ്പേ, 1ന് ശേഷം 3ന്റെ മുമ്പേ, അങ്ങനെ ആയിട്ട് ആഡ് ചെയ്ത് നോക്കാം. എവിടെയൊക്കെ വെക്കാൻ പറ്റും നോക്കാം. ഈ ബോക്സസ് നോക്കാലോ. ഫസ്റ്റ് നമ്മൾ 13, 1, 3 നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ 5നെ എന്ത് ചെയ്തു? തുടക്കത്തിൽ ആഡ് ചെയ്തു. 1ന്റെ മുൻപായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഒരു നമ്പർ കിട്ടിയല്ലോ, 5, 13 എന്നൊരു നമ്പർ കിട്ടി. പിന്നെ 5നെ നമ്മൾ ഇതിന്റെ സെന്ററിൽ ആഡ് ചെയ്തു, 1ന്റെയും 3ന്റെ ഇടയിൽ.
പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് 5 ആഡ് ചെയ്തു 1 × 3 ശേഷം. അതായത് 13 എന്നുള്ള നമ്പറിന്റെ ലെഫ്റ്റിലും സെന്ററിലും റൈറ്റിലും അങ്ങനെ 3 പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് കിട്ടുമല്ലോ. അതുപോലെ ഇനി 31ന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നോക്കാം. 31ന്റെ ലെഫ്റ്റിൽ ഒന്ന്, 31ന്റെ സെന്ററിലായിട്ട് ഒന്ന്, 31ന് ശേഷം ഒന്ന്. അപ്പൊ ആകെ നമുക്ക് ഇത്ര പൊസിഷനിലേ നമുക്ക് 5നെ വെക്കാൻ പറ്റുള്ളൂ. അതായത് 1ഉം 3ഉം 5ഉം ഇത്ര രീതിയിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുക ഓൾ ടുഗദർ. അപ്പൊ നമുക്ക് ആകെ എത്ര എണ്ണം കിട്ടും നോക്കൂ. 1 2 3 6 ടൈംസ് കിട്ടിയല്ലോ അല്ലേ? എത്ര കിട്ടി? 1ഉം 3ഉം 5ഉം ഉള്ള 6 കോമ്പിനേഷൻസ് കിട്ടി. അത് 6 തരത്തിൽ നമുക്ക് ഈ 3 നമ്പറും വരുന്ന നമ്പേഴ്സിനെ എഴുതാൻ പറ്റും, ഒരു നമ്പർ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഹൗ മെനി 4-digit numbers are possible with 1 3 5 7 as the digits? ഇതിനെപ്പറ്റി നമ്മൾ എങ്ങനെ നോക്കുക? ഇപ്പൊ നമ്മൾ 3 ഡിജിറ്റിനെ പറഞ്ഞ പോലെ ഇനി 4 ഡിജിറ്റ് ആണെങ്കിൽ എങ്ങനെയാ എഴുതാൻ പറ്റുക എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹൗ മെനി 3-digit numbers with digits 1 3 5 ഉള്ള എത്ര 3-digit numbers ഉണ്ട്? 6 അല്ലേ? In each, what are the different positions where we can attach 7? ഇതിൽ എഴുതിയതുപോലെ ഓരോ നമ്പർ, ഇത് നമ്മൾ എന്താ ചെയ്തത്? ഓരോ ഓരോ നമ്പറിനും ഓരോ സെറ്റ്, ഫസ്റ്റത്തെ ഒരു 13 എന്നുള്ള സെറ്റിന്റെ കൂടെ 3 പൊസിഷനിൽ 5നെ ചേർത്ത് കൊടുത്തല്ലോ. ഇനി ഇതുപോലെ നമുക്ക് ഈ 6 സെറ്റിലും ഓരോന്നിന്റെയും കൂടെ 7നെ ആദ്യം നമുക്ക് നോക്കാം. ഇതിലത്തെ 5 1 3 ആ ഒരു നമ്പർ എടുക്കുക. അതിന്റെ കൂടെ എവിടെയൊക്കെ നമുക്ക് 7 ആഡ് ചെയ്യാം? 5ന്റെ മുൻപ് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും, 5ന്റെയും 1ന്റെയും ഇടയിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും, പിന്നെ 1ന്റെയും 3ന്റെയും ഇടയിൽ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് കിട്ടും, 3ന്റെ ശേഷം ആഡ് ചെയ്യുമ്പോൾ ഒന്ന് കിട്ടും. ഇങ്ങനെ ഈ ഒരു സെറ്റിൽ നമുക്ക് 4 പൊസിഷനിൽ 7 ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ ഈ 6 സെറ്റിൽ ആഡ് ചെയ്യാലോ. ഫസ്റ്റ് ആദ്യം ലെഫ്റ്റിൽ ആഡ് ചെയ്യാം, പിന്നെ 2 എണ്ണത്തിന്റെ ഇടയിൽ ആഡ് ചെയ്യാം, പിന്നെ അടുത്ത 2 എണ്ണത്തിന്റെ ഇടയിൽ ആഡ് ചെയ്യാം, പിന്നെ ഒരു എൻഡിലും ആഡ് ചെയ്യാം. ഇങ്ങനെ ഇതിലെ ഓരോ സെറ്റിനും, ഈ 6 സെറ്റിലെ ഓരോ സെറ്റിലും 4 പൊസിഷൻ വെച്ച് നമുക്ക് അടുത്ത നമ്പറിനെ ആഡ് ചെയ്യാൻ പറ്റും, 7നെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൗ മെനി നമ്പേഴ്സ് ഡു യു ഗെറ്റ്? അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര നമ്പേഴ്സ് കിട്ടും? ഈ ഫസ്റ്റത്തെ ഒരു സെറ്റിന് 4 എണ്ണം, രണ്ടാമത്തെ സെറ്റിന് 4 എണ്ണം, മൂന്നാമത്തേൽ 4 എണ്ണം, അങ്ങനെ 6 എണ്ണത്തിന്റെ 4 എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമായി? 6 × 4 എന്ന് വരും അല്ലെ? 24 സെറ്റ്. എങ്ങനെ നോക്കാം? Answer as, if you got the answer as 4 × 6 = 24, your reasoning is correct. എന്താണ് നമുക്ക് കിട്ടിയത് തന്നെയല്ലേ ഇങ്ങനെ വരുന്നത്? ഓരോ പൊസിഷനിലും നമുക്ക് അത് ആഡ് ചെയ്താൽ കിട്ടും അല്ലെ? ഫസ്റ്റത്തേന് കൂടെ ഓരോ പൊസിഷനിൽ ആഡ് ചെയ്യുമ്പോൾ 4 നമ്പർ കിട്ടി, രണ്ടാമത്തേൽ 4 നമ്പർ കിട്ടി, മൂന്നാമത്തേൽ 4 നമ്പർ കിട്ടി. അപ്പൊ 4 8 12 ആയല്ലോ. പിന്നെ അതുപോലെ പിന്നത്തെ നാലാമത്തേൽ ആഡ് ചെയ്യുമ്പോൾ 16, അഞ്ചാമത്തേൽ ആഡ് ചെയ്യുമ്പോൾ 20, ആറാമത്തേൽ ആഡ് ചെയ്യുമ്പോൾ 24, അങ്ങനെ 24. ഇത്രയും നമ്പേഴ്സ്, അത്രയും പൊസിഷനിൽ നമുക്ക് 7നെ ആഡ് ചെയ്ത് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. If you have got a different answer, you have to rethink the method you have used to find the 3 digits and reread the questions. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ച് ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. Now, can't you find how many 4-digit numbers are there with digits 1 3 4 5? എന്തായിരിക്കും? വ്യത്യാസമൊന്നുമില്ല അല്ലെ? ഡിജിറ്റ്സ് മാറിയെന്ന് വെച്ച് അത് വെച്ച് എഴുതാൻ പറ്റുന്ന സംഖ്യകളുടെ എണ്ണം മാറോ? ഇല്ല. ഈ 1 3 5 7 വെച്ച് എഴുതുന്ന അത്രയും നമ്പേഴ്സ് തന്നെ നമുക്ക് എന്ത് വെച്ച് എഴുതാൻ പറ്റും? 1 3 4 5 വെച്ചിട്ടും എഴുതാൻ പറ്റും അല്ലെ? അപ്പോൾ ആൻസർ വീണ്ടും എന്ത് വരും? 24 തന്നെ വരും. ഇതിനൊരു ജനറൽ ആയിട്ടുള്ള ഫോർമുല പറഞ്ഞാൽ അപ്പൊ എങ്ങനെയാ വരിക? ഏതെങ്കിലും 4 ഡിജിറ്റ്സ് തന്നിട്ട് അതുപയോഗിച്ച് എത്ര 4 ഡിജിറ്റ് 4-digit നമ്പേഴ്സ് എഴുതാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ അതിന്റെ എണ്ണം കണ്ടുപിടിക്കുക? 4 × 3 × 2 × 1. അതായത് ആ ഡിജിറ്റ് മുതൽ അതിന്റെ മൈനസ് ചെയ്ത് ഓരോന്ന് മൈനസ് ചെയ്ത് 1 എത്തുന്നത് വരെയുള്ള ഡിജിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുക. അതായത് 4 ഡിജിറ്റ് ആണുള്ളതെങ്കിൽ 4 × 3 × 2 × 1 എത്ര ചെയ്തിട്ടാ? 4 × 3 എത്ര? 12 × 2 24 × 1 ഒക്കെ തന്നെയാണല്ലോ 24. അങ്ങനെയല്ലേ നമുക്കിപ്പോൾ 24 കിട്ടിയല്ലോ. അതുപോലെ 1 to 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ട് എത്ര 9 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക?
9 into 8 into 7 into 6 into 5 into 4 into 3 into 2 into 1. അതാണ് നമ്മുടെ ആൻസർ. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒന്ന് ബാക്കോട്ട് പോയി നോക്കുക. എന്താണ് ഈ ആൻസർ നമുക്ക് എവിടെയും തന്നിട്ടുണ്ടോ? പേജ് നമ്പർ 24 ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാം അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? എത്രയാണ് അപ്പൊ ആൻസർ? 3,62,880. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് ഇൻ ഓൾ ദീസ് പ്രോബ്ലംസ് വി ഹാവൻറ്റ് യൂസ്ഡ് ദ ഡിജിറ്റ് 0? വൈ? നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലത്തില് 0 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഉപയോഗിച്ചില്ല അല്ലെ? അതെന്തുകൊണ്ടാ? ഫോർ എക്സാമ്പിൾ, how do we compute the number of 3-digit numbers with digit 0, 1, 3? 0യും 1, 3യും ഉപയോഗിച്ചിട്ട് എത്ര 3-digit നമ്പർ എഴുതാൻ പറ്റും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ 135 ഉപയോഗിച്ച് എഴുതിയപ്പോൾ എന്താ വ്യത്യാസം ഉള്ളത്? 135 ഉപയോഗിച്ചപ്പോൾ എല്ലാ ഡിജിറ്റ്സും 3 പൊസിഷനിലും പറ്റിയായിരുന്നു അല്ലെ? ഫസ്റ്റിലും വെക്കാം, സെക്കൻഡിലും വെക്കാം, തേർഡിലും വെക്കാം. പക്ഷെ നമുക്ക് 0യും 1ഉം 3യും ഉപയോഗിക്കുമ്പോൾ 3 എഴുതാൻ പറഞ്ഞാൽ 0നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല അല്ലെ? 0 cannot be the first digit. അതുകൊണ്ടാ 0, 1, 3 എന്ന് പറഞ്ഞാൽ അത് എന്തായി? 13 ആയില്ലേ? 13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 നമ്പർ ആവില്ലല്ലോ, 2 നമ്പറേ ആവുള്ളൂ. അതുകൊണ്ട് 0നെ നമുക്ക് 2 പൊസിഷനിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ സെക്കൻഡ് പൊസിഷനിൽ വെക്കാം, അല്ലെങ്കിൽ തേർഡ് പൊസിഷനിൽ വെക്കാം. സോ അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഈ 0, 1, 3 വെച്ച് എത്ര എണ്ണം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് 1, 3 ഉപയോഗിച്ച് 2 നമ്പേഴ്സ് ഉണ്ട്. അതിൽ 2 പൊസിഷനിൽ ഓരോ നമ്പറിന്റെയും സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ആ 2 പൊസിഷനിലും നമുക്ക് 0നെ ആഡ് ചെയ്യാം. അപ്പൊ ആകെ എത്ര നമ്പേഴ്സ് എഴുതാൻ പറ്റും? 0, 1, 3 ഉപയോഗിച്ച് 3 നമ്പർ എത്ര എഴുതാൻ പറ്റും ചോദിച്ചാൽ 2 into 2. ഈ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ 1ഉം 3ഉം ഉപയോഗിച്ച് എഴുതുന്ന 2ഉം, പിന്നെ അതിന്റെ ഓരോന്നിലും 2 പൊസിഷനിൽ വെക്കാൻ പറ്റും. അങ്ങനെയുള്ള 2, ആ 2 മൾട്ടിപ്ലൈ ചെയ്ത് 4. അങ്ങനെ ഇപ്പൊ 0, 1, 3 ഉപയോഗിച്ച് എത്ര 3 നമ്പർ എഴുതാൻ പറ്റും? 4 നമ്പേഴ്സ്. എങ്ങനെ നോക്കാം? ഓക്കെ, ഇനി ഹൗ മെനി 4-digit numbers are possible using all the digits 0, 1, 3, 5? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ? അതായത് 135 ഉപയോഗിച്ച് നമുക്ക് എത്ര നമ്പേഴ്സ് എഴുതാൻ പറ്റുമായിരുന്നു? 3 നമ്പർ 6 അല്ലേ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചില്ലേ? 6 എഴുതാം. അതില് 0നെ നമുക്ക് എത്ര പൊസിഷനിൽ വെക്കാം? ഫസ്റ്റ് പൊസിഷനിൽ 0നെ ഉപയോഗിക്കാൻ പറ്റൂല, അറിയാലോ. അതുകൊണ്ട് ഓരോ നമ്പറിലും നമുക്ക് എത്ര പൊസിഷനിൽ വെക്കാം? 0നെ 3 പൊസിഷനിൽ വെക്കാം. ഓരോ 135ന്റെ ഓരോ കോമ്പിനേഷനിലും നമുക്ക് 3 പൊസിഷനിൽ 0നെ എഴുതാൻ പറ്റും. അതുകൊണ്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? അപ്പൊ ഈ 6 എണ്ണത്തിലും ഓരോ 3 പൊസിഷനിൽ 0 വരുന്നു. അങ്ങനെ രീതിയിൽ 6 into 3 = 18 എന്ന് കിട്ടും. ഓക്കെ, ഇതല്ലാതെ വേറെ രീതിയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി കൻ തിങ്ക് ഇൻ അതർ വേസ് ടു. അതായത് ആകെ 24 നമ്പേഴ്സ് ആണല്ലോ ഉള്ളത്. 4 ഡിജിറ്റ്സ് വെച്ചിട്ട് 0 അല്ലാത്ത 4 ഡിജിറ്റ് വെച്ചാൽ നമുക്ക് 24 നമ്പറാണ് എഴുതാൻ പറ്റുക. നമ്മൾ കണ്ടല്ലോ. 4 into 3 into 2 into 1 ചെയ്താൽ 24 എന്ന് കിട്ടും. ആ 24 നമ്പേഴ്സ് എഴുതാം. ഇതില് 7 മാറ്റിയിട്ട് പകരം 0 ആണല്ലോ വരുന്നത്. അപ്പം ഈ 24 നമ്പേഴ്സിൽ 6 നമ്പർ, ഓരോ നമ്പറും ഒരേ ഇതായിരിക്കില്ല വരുന്നത്. അതായത് 1 ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരിക 6 ടൈംസ്. പിന്നത്തെ 6 നമ്പറിൽ 3 ആയിരിക്കും ഫസ്റ്റ് ഡിജിറ്റ്. പിന്നത്തെ 6 നമ്പറിൽ 5 ആയിരിക്കും ഫസ്റ്റ് ഡിജിറ്റ്. പിന്നത്തെ 6 നമ്പറിൽ 7 ആയിരിക്കും. ഈ 7ന് പകരം നമ്മൾ 0 ആക്കുമ്പോൾ അപ്പോൾ എന്താ പറയുന്നത്? 7 ഫസ്റ്റ് ഡിജിറ്റ് ആയ 6 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? ഈ 4 ഡിജിറ്റ് വെച്ച് എഴുതുമ്പോൾ അതിൽ ആ 6 നമ്പറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 0 ഉപയോഗിക്കാൻ പറ്റില്ല. 7 മാറി 0 ആകുമ്പോൾ 6 നമ്പർ, ഈ 24ന്ന് ഈ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന 6 എണ്ണം നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ 24 - 6 18. ഇതല്ലാതെ വേറൊരു വഴി പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 4 into 3 into 2 into 1 ചെയ്താലാണ് 4 ഡിജിറ്റ് വെച്ച് എത്ര നമ്പർ എഴുതാൻ പറ്റുക എന്ന് കണ്ടുപിടിക്കാൻ പറ്റുക അല്ലേ? 4 ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര 4 ഡിജിറ്റ് നമ്പർ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 4 into 3 into 2 into 1 ആണ് ചെയ്യേണ്ടത് പറഞ്ഞു. ഇനി അതില് ഈ തരുന്ന 4 നമ്പേഴ്സിൽ ഒരെണ്ണം 0 ആണെങ്കിൽ എന്താ ചെയ്യാൻ നോക്കാം. നമ്മൾ 4 into 3 into 2 into 1 എഴുതുന്നതിന് പകരം
ഫസ്റ്റ് ഡിജിറ്റിന് ഒരു സീറോ അല്ലേ ഉള്ളത്, അതുകൊണ്ട് ഒരു സീറോ മൈനസ് ചെയ്യാം, അതായത് 1 മൈനസ് ചെയ്യാം. അപ്പോൾ എന്താവും 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആവും. ഓക്കെ, അപ്പോൾ 3 3s ആർ 9 ഇൻറ്റു 2 18. ഓക്കെ, ഇനി അഥവാ 3 നമ്പേഴ്സ് നേരത്തെ ചെയ്ത പോലെ 3 ഡിജിറ്റിലാണെങ്കിലോ ഈ 0 1 3 എന്നുള്ള കേസിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആ 0 അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 3 ഇൻറ്റു 2 ഇൻറ്റു 1 ചെയ്യാം. ഒന്ന് 0 ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ 3 ഒന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 1 ഈക്വൽ ടു 4. അത് ശരിയല്ലേ? അതുപോലെ നമുക്കിനി എത്ര ഡിജിറ്റ് ആണെങ്കിലും അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം ഒരു 5 ഡിജിറ്റ് നമ്പറിൽ 5 ഡിജിറ്റ്സ് തന്നിട്ട് നമ്മളോട് 5 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം എഴുതാൻ പറ്റും ചോദിച്ചാൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അത്രയും നമ്പേഴ്സ് എഴുതാൻ പറ്റും. ഇനി അതിൽ ഒരെണ്ണം 0 ആണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ 5 മാറ്റി 4 ആക്കാം. അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അത്രയും ടൈംസ് നമുക്ക് കിട്ടും. ഓക്കെ, അതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ.